ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പൊട്ടറ്റോ എടുത്തിട്ട് 2 പൊട്ടറ്റോ ആയാലും മതി കേട്ടോ, എടുത്തിട്ട് അതിൻ്റെ തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് ഈ രീതിക്കൊന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് പച്ചവെള്ളം ഉണ്ടല്ലോ, സാധാ പച്ചവെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം വെക്കാം. അത് നിങ്ങളുടെ രീതിക്ക് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത്തിരി ചൂടുവെള്ളം എടുത്തിട്ട് ഉപ്പും ഇട്ട് കുറച്ച് നേരം വെക്കുക. എന്ന് വെച്ചാൽ 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഇത് ഞാൻ നല്ല ചൂടുവെള്ളം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തുണി എടുത്തിട്ട് ഈ പൊട്ടറ്റോയിലെ വെള്ളത്തിൻ്റെ അംശം നമുക്കൊന്ന് മാറ്റിയെടുക്കുക. എന്ന് വെച്ചാൽ ഒന്ന് ഒപ്പിക്കൊടുക്കുക. ഇങ്ങനെ തുണി വെച്ചിട്ട് നല്ല കണക്ക് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറയും. അപ്പോൾ നമുക്ക് നേരത്തെ നല്ല വെള്ളമായിരുന്നു, ഇപ്പോൾ വെള്ളം മാറിയത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഗ്യാസ് കത്തിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനത്തെ പാനായാലും മതി, നോൺ സ്റ്റിക്കോ അല്ലാത്ത ഇരുമ്പേട്ടി പോലത്തെ അങ്ങനത്തെ ആയാലും മതി കേട്ടോ. അപ്പോൾ നമുക്കതെടുത്ത് കുറച്ച് എണ്ണ, സൺഫ്ലവറാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഞാൻ ഒഴിച്ചത് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. നിങ്ങളുടെ പൊട്ടറ്റോ ഫ്രൈസ് എത്ര വേണമെന്ന് വെച്ചാൽ, ഫ്രഞ്ച് ഫ്രൈസ് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും എണ്ണ ഒഴിക്കുക. അത് മുരിഞ്ഞ് വരുന്നത്രയും. നമുക്ക് ലോ ഫ്ലെയിമിലാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടിയും കുറച്ച് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കുറച്ചാൽ ഇത് എണ്ണ തിളക്കില്ലെന്നല്ല, എണ്ണ ഒരിതാവില്ല. അപ്പോഴേക്ക് എണ്ണ ചൂടായപ്പോൾ ഞാൻ പൊട്ടറ്റോയുടെ കുറച്ച് പീസസ് അല്ല ഇതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോസ്. ലോ ഫ്ലെയിമിലാണ് ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞ് കുറച്ച് പണികളുണ്ട് കേട്ടോ, നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി അമ്മ ഇടാൻ പോയെന്ന് വെച്ചാൽ എനിക്ക് ഇടാൻ ഒരു പേടി. ഞാൻ ഒന്നൊന്നായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അമ്മ ഫുള്ളായിട്ട് ഇട്ട് തരുവാണേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെച്ചപ്പോൾ ഈ ഒരു യെല്ലോ ഒരു കളറായിട്ടോ. അപ്പോൾ നല്ല കണക്ക് ഇളക്കി കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഇതൊന്ന് ഒരിതാവണ്ടേ, ഒരു യെല്ലോ വൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെന്തില്ലല്ലോ, അത് വേവുന്നത്രയും നേരം നമുക്ക് നോക്കി നിൽക്കേണ്ട, വേറെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എടുത്താൽ കൊടുക്കാം. പിന്നെ മയോനൈസ് ഉണ്ടാക്കി കേട്ടോ. അതിന് നമുക്ക് 2-3 മുട്ട എടുക്കാം. ഞങ്ങൾ 2 എടുത്തിട്ടുള്ളത്. പിന്നെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ്, ഇത്തിരി ഉപ്പ് കേട്ടോ, ഇത്തിരി ഉപ്പ്. പിന്നെ എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. പിന്നെ കുറച്ച് വിനെഗർ, എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഈ അടപ്പിൻ്റെ അളവിൽ ഇതിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇത് ക്ലിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു കാര്യം ഇടാൻ മറന്നു, ഈ വെള്ളം അത് ഞാൻ ലാസ്റ്റ് ഒഴിച്ചായിരുന്നത്. ഇത് നമുക്ക് ക്ലിപ്പ് ഉള്ളതാണ് കേട്ടോ. നമുക്ക് അടച്ചു കൊടുക്കാം. അമ്മയാണ് അടച്ചത് കേട്ടോ, എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടച്ചെടുക്കുന്നുണ്ട്. നല്ല കണക്കായി. പിന്നെ നമ്മൾ മാറ്റി വെച്ചാൽ പൊട്ടറ്റോ ഫ്രൈസ് എടുത്തിട്ട് ഒന്നും കൂടെ വേവിക്കുന്നു. വെച്ചാൽ വേവിക്കാന്നല്ല, ഈ ഒരു കളറ് വേണമായിരുന്നു. അപ്പം നമ്മൾ അതാകുമ്പം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഗ്യാസ് ഓഫ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ചൈത്രയ്ക്ക് കൊടുക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ 2 കൂടെ മിക്സാട്ടോ. അവൾക്ക് നല്ല കണക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ തിന്നു നോക്കട്ടെ. അപ്പോഴേക്കും നല്ല ക്രിസ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്, നല്ല രസമുണ്ട്. അപ്പോൾ ബൈ ബൈ, വേറെ